കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. എറണാകുളം ജില്ലയിലെ ആലുവ ചൂണ്ടിയിൽ ആൽക്കമിസ്റ്റ് എന്ന വിശ്വവിഖ്യാത പുസ്തകത്തിൻ്റെ കവർ പേജ് മാതൃകയിൽ പണിത ലൈബ്രറിയും ആൽക്കമിസ്റ്റ് എന്ന് പേരിട്ട പറവൂരിലെ ഓട്ടോറിക്ഷയും സാക്ഷര കേരളത്തിന് അഭിമാനമാണ്. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകങ്ങളുടെ പരിഭാഷയുടെ ഫോട്ടോകൾ പങ്കുവച്ച് കേരളത്തിനും എല്ലാ മലയാളികൾക്കും പൗലോ കൊയ്ലോ എന്ന എഴുത്തുകാരൻ നന്ദി പറഞ്ഞതും ചരിത്രമാണ്. ലോക പ്രശസ്തനായ ഈ എഴുത്തുകാരൻ ഒരിക്കലും മലപ്പുറം ജില്ലയിലെ എലംബ്ര എന്ന ഗ്രാമത്തെക്കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഗ്രാമത്തിൽ ഒരു സ്കൂൾ എന്ന ആഗ്രഹത്തെ ഞെരിച്ചു കെട്ടാൻ ഭരണകൂടം നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് അദ്ദേഹം കേട്ടിരുന്നെങ്കിൽ ആൽക്കമിസ്റ്റിലെ വിഖ്യാതമായ 5 വരികൾ അദ്ദേഹം എഴുതുമായിരുന്നോ എന്ന് സംശയമാണ്. ഒരു കാര്യം നേടണമെന്ന് ആരെങ്കിലും ഉത്കടമായി ആഗ്രഹിച്ചാൽ അതിനായി ഈ ലോകം മുഴുവൻ അവരുടെ കൂടെ ഗൂഢാലോചന നടത്തുമെന്ന് പറഞ്ഞ് പൗലോ കൊയ്ലോയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്ത ആൽക്കമിസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവിൻ്റെ ജന്മദേശം ബ്രസീലാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കും. സമീപ പ്രദേശങ്ങളിൽ സ്കൂളുകൾ ഇല്ലാത്തതിനാൽ കുട്ടികൾ പഠിക്കാൻ കിലോമീറ്ററുകൾ നടന്ന് പോകേണ്ടി വരുന്ന അവസ്ഥ കാരണം 1982 എലംബ്രക്കാർ സർക്കാർ LP സ്കൂളിനായി ശ്രമം തുടങ്ങി. ആൽക്കമിസ്റ്റ് എന്ന കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് അരവർഷം മുമ്പ് സ്ഥലം കണ്ടെത്തിയാൽ സ്കൂളിന് അനുമതി വാങ്ങാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് മഞ്ചേരി നഗരസഭയുടെ പ്രസിഡന്റ് പിന്നീട് MLAയുമായിരുന്ന ഇസാഖ് കുരിക്കൾ ഉറപ്പ് നൽകുകയും പിന്നീട് നാട്ടുകാർ പിരിവ് തുടങ്ങി ഭൂമി വാങ്ങുകയും ചെയ്തു. ഗൾഫ് പ്രവാസം പുതുതായി തുടങ്ങിക്കൊണ്ടിരുന്ന കാലം നാട്ടുകാരും കച്ചവടക്കാരും ദിവസക്കൂലി പോലും നൽകി പണം ചേർത്തും പ്രവാസികൾ വീട്ടിലേക്ക് അയക്കാൻ സംഭാവന ചെയ്ത തുകയും കൂട്ടിച്ചേർത്തും പണം മതിയായില്ല. ആലക്കത്തോട് വീട്ടിലെ ഉമ്മയുടെ മഹർമാല പണയം വെച്ച് കിട്ടിയ പണവും മമ്മൂട്ടി ഹാജി എന്ന മനുഷ്യസ്നേഹി ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി കരുതി വെച്ച തുകയും ചേർത്ത് മാത്രമാണ് ആ കാലത്ത് 20,000 രൂപ എന്ന വമ്പൻ തുക സമാഹരിച്ചത്. കെട്ടിടം പണിതു കൊടുക്കാമെന്ന വാഗ്ദാനവും നഗരസഭയിൽ നിന്ന് വന്ന പ്രദേശത്ത് സ്കൂൾ അനുമതി നൽകേണ്ടതിൻ്റെ ആവശ്യം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ നിരവധി തവണ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഈ കാലയളവിൽ 6 മന്ത്രിസഭകളിൽ മലപ്പുറം സ്വദേശികളായ 5 വിദ്യാഭ്യാസ മന്ത്രിമാരും ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമുണ്ടായിരുന്നു. പക്ഷേ നയപരമായ തീരുമാനമില്ലെന്നും സാമ്പത്തിക പ്രശ്നമെന്നും പറഞ്ഞ് സർക്കാരുകൾ എലംബ്രയുടെ പഠന സ്വപ്നം ചവിട്ടിമെതിക്കുകയായിരുന്നു. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ തേനത്ത് മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ 2015 ഹൈക്കോടതിയെ സമീപിച്ചു. ആവശ്യത്തിൻ്റെ ന്യായം മനസ്സിലാക്കിയ കോടതി 2020 സ്കൂൾ അനുവദിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള യജ്ഞമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നീങ്ങിയത്. പക്ഷേ നിസ്തുലമായ നിയമ പോരാട്ടം തുടർന്ന എലംബ്രക്കാർക്കായി ഒടുവിൽ പരമോന്നത നീതിപീഠം അനുകൂല വിധി നൽകി. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ ലംഘിച്ച സംസ്ഥാന സർക്കാരിനെ ശാസിച്ചുകൊണ്ട് 6 മാസത്തിനകം നൽകാൻ സ്കൂൾ ആരംഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സ്കൂൾ അനുവദിക്കാനാകാത്തതിനുള്ള കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന സർക്കാർ എലംബ്രയുടെ അവകാശം നിഷേധിക്കാൻ നടത്തിയ നിയമ നടപടികൾക്കായി നികുതി പണത്തിൽ നിന്ന് എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചെന്നത് പരിഹാസ്യമായി തുടർന്നു. മലപ്പുറത്ത് അനാവശ്യമായി അനവധി സ്കൂളുകൾ അനുവദിക്കുന്നെന്ന് വ്യാജ പ്രചരണം നടത്തുന്ന കാലത്ത് യാഥാർത്ഥ്യം സുപ്രീം കോടതി മുമ്പാകെ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾക്ക് +2 സീറ്റുകൾ ഉറപ്പാക്കാൻ കോടതി വഴി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. എലംബ്രയിൽ സ്കൂൾ വേണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരുന്ന 5 വയസ്സുകാരി ഇന്ന് 48 വയസ്സുകാരിയാകുന്നു. സുപ്രീം കോടതി വിധിയെയും ധിക്കരിക്കാതെ സർക്കാർ ജനങ്ങൾ വാങ്ങി നൽകിയ സ്ഥലത്ത് അടുത്ത
അധ്യയന വർഷത്തിൽ സ്കൂൾ തുടങ്ങാൻ തയ്യാറായാൽ ആ പഴയ 5 വയസ്സുകാരുടെ പേരക്കുട്ടികൾക്കെങ്കിലും വീട്ടിനടുത്ത് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കും. സർക്കാരിൻ്റെ പിടിവാശി മൂലം ഈ ഇടവേളകൾക്കിടയിൽ എത്രയോ കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞത് വിസ്മരിക്കാനാവാത്തതും ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത കാര്യവുമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്.